ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ഞാൻ മീൻ കറിയൊക്കെ എപ്പോഴും തലേദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെക്കും. അപ്പോഴേ അടുത്ത ദിവസം ഉച്ചയാകുമ്പോഴേക്കും അതിന്റെ നല്ല എരിവും പുളിയൊക്കെ പിടിച്ച് നല്ല സ്വാദ് കൂടും. എന്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ അതിനടുത്തുള്ള ബെൽ ഐക്കോൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പൊ നമുക്ക് ഈ മീൻ കറി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് വരാം. ഒരു പാനോ മൺചട്ടിയോ എടുത്തിട്ട് അതിൽ കുറച്ച് നല്ലോണം എണ്ണ ഒഴിക്കുക. ഞാനിവിടെ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഏത് എണ്ണ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ, കുറച്ച് വെളുത്തുള്ളി, പിന്നെ പച്ചമുളകും കരിവേപ്പിലയും കൂടി ചേർത്ത് നല്ലോണം ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്യാം. ഇപ്പൊ വെളുത്തുള്ളി നല്ലോണം മൂത്തിട്ടുണ്ട്. അടുത്ത് ഞാൻ ഇതിലേക്ക് ഒരു 2 പ്രാവശ്യം പൾസ് ചെയ്ത് എടുത്ത സവാളയാണ് ചേർക്കണത്. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഗ്രേവിക്ക് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടും. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളിയും ചേർക്കാം, നല്ല സ്വാദായിരിക്കും. ഇനി ഈ സവാള നമുക്ക് നല്ലോണം വഴറ്റണം. സവാള ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ അത് നല്ലോണം വഴറ്റിയിട്ടില്ലെങ്കിൽ കറി ചിലപ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പൊ ഇത് നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് ഇത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. ഇപ്പൊ സവാളയിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ചേർത്തേക്കാളും പകുതി കുറഞ്ഞു. ഇത്രയും ബ്രൗൺ ആവണം, ഇത്രയും നല്ലോണം ഫ്രൈ ആയാലും മാത്രമേ ഗ്രേവിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ ചേർക്കുന്നത് 2 തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തതാണ്. തക്കാളിയും ഇതേമാതിരി നല്ലോണം ഒന്ന് കുക്ക് ആവണം. അപ്പൊ നമുക്കിതൊരു 5 to 6 മിനിറ്റ്സ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. തക്കാളി കുക്കാവണ സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ടി ഒരു മസാല മിക്സ് തയ്യാറാക്കാം. ഇത് ഞാൻ എടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടിയും 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറുമാണ്. ഇതെല്ലാം കൂടി കുറച്ച് വെള്ളവും ചേർത്ത് ഒരു പേസ്റ്റ് മാതിരി ആക്കിയെടുക്കാം നമുക്ക്. ഇപ്പൊ നമ്മളുടെ തക്കാളി നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളൊക്കെ ചേർക്കാം. മസാല എല്ലാം ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ അധികം വെള്ളം ചേർക്കാത്തത്, എനിക്ക് മീൻ കറി കുറച്ചൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ആവശ്യത്തിന് മാത്രമേ ഞാൻ ഈ കറിയിൽ വെള്ളം ചേർക്കണുള്ളൂ. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് എനിക്കിത് അടി പിടിക്കില്ല. മൺചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കണമെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പൊ മസാലകളും എല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിലേക്ക് ചേർക്കാൻ പോണത് ഞാൻ പുളിവെള്ളമാണ്. വാളം പുളിയാണ് യൂസ് ചെയ്യണത്, കുടംപുളിയല്ല. പുളിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ ഗ്രേവി നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ്സ് ആയി ഇപ്പൊ ഗ്രേവി തിളയ്ക്കണു. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലോണം മഞ്ഞപ്പൊടിയും വിനീഗറൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീന് ചേർക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കയ്യിലുകൊണ്ട് അധികം ഇളക്കരുത്. ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്കിനി മീൻ വേവിക്കാം. ഞാൻ ചേർത്ത മീൻ കഷ്ണങ്ങൾ വളരെ ചെറുതായതുകൊണ്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ എനിക്കിത് വെന്ത് കിട്ടി. അപ്പൊ നിങ്ങളുടെ മീൻ കഷ്ണത്തിന്റെ സൈസ് അനുസരിച്ച് കുക്ക് ടൈം വേരി ആകും. ഞാൻ ഇതിൽ അവസാനമായിട്ട് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം ചേർക്കാൻ, 1/4 പാല് വേണം ചേർക്കാനായിട്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കറി ഒന്ന് ചൂടാവാനേ പാടുള്ളൂ, തിളയ്ക്കാൻ പാടില്ല. അപ്പൊ സ്റ്റൗ നല്ലോണം കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റിലേക്ക് നമുക്കിത് ചൂടാക്കിയെടുക്കാം. ഇപ്പൊ നമ്മളുടെ മീൻ കറി ഇവിടെ റെഡിയായി. ഞാനൊരു എക്സ്ട്രാ 2 പച്ചമുളകും ചേർത്തിണ്ടായിരുന്നു, കുറച്ച് നല്ലോണം എരിവിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ചോറിന് മാത്രമല്ല ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല സ്വാദായിരിക്കും. അപ്പൊ ഈ മീൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.